ശബരിമല സന്നിധാനത്തെ പഴയ കൊടിമരത്തിൽ നിന്നും നിഗൂഢമായി അപ്രത്യക്ഷമായ അഷ്ടദിക്പാലകരുടെ ശില്പങ്ങൾ ഒടുവിൽ കണ്ടെത്താനായത് കേരളത്തിലെ ഭക്തജനങ്ങളെയും ഭരണകൂടത്തെയും ഒരുപോലെ ആശ്ചര്യപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതൃത്വത്തെയും പ്രതിക്കൂട്ടിലാക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായി ഈ കണ്ടെത്തൽ മാറിയിരിക്കുന്നു. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെ അതീവ സുരക്ഷയുള്ള സ്ട്രോങ് റൂമിൽ നടത്തിയ അർദ്ധരാത്രി പരിശോധനയിലാണ് അത്യന്തം അനാദരവായ രീതിയിൽ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ ഈ പുണ്യശില്പങ്ങൾ കണ്ടെത്തിയത്. കൊടിമരത്തിന്റെ ചുവട്ടിൽ ദിശകളെ കാത്തു സൂക്ഷിച്ചിരുന്ന ദേവതകളായി പ്രതിഷ്ഠിച്ചിരുന്ന ഈ ശില്പങ്ങൾ എങ്ങനെ സ്ട്രോങ് റൂമിലെ ഇരുണ്ട മൂലയിൽ ചാക്കിനുള്ളിലായി എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ സന്നിധാനത്തെ വൻ മതിലുകൾക്കുള്ളിലെ അഴിമതിയുടെ ആഴം പുറത്തു കൊണ്ടുവരും. സംഭവത്തിൽ അന്വേഷണ സംഘം ഉടൻ തന്നെ കൊല്ലം കോടതിയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. ശബരിമലയിലെ പഴയ കൊടിമരത്തിന്റെ ഭാഗമായിരുന്ന ചെറിയ ശില്പങ്ങളാണ് അഷ്ടദിക്പാലകർ എന്നറിയപ്പെടുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന ഘട്ടം മുതൽ ഈ ശില്പങ്ങൾ എവിടെയാണ് എന്നതിനെ കുറിച്ച് ദേവസ്വം അധികൃതർക്കോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. കൊടിമരം പുതുക്കി പണിതപ്പോൾ മാറ്റിയ ഈ വിഗ്രഹങ്ങൾ കൃത്യമായ രേഖകളോടെ സൂക്ഷിക്കേണ്ടതിന് പകരം ആരുടെയോ അറിവോടെയും ഒത്താശയോടും കൂടി മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 1:30 സന്നിധാനത്തെ ശ്വാസം മുട്ടിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലൂടെ SIT നടത്തിയ മിന്നൽ പരിശോധനയാണ് ഫലം കണ്ടത്. സ്ട്രോങ് റൂമിലെ രേഖകളില്ലാത്ത പെട്ടികൾക്കും മറ്റ് സാധനങ്ങൾക്കും ഇടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ ചാക്കുകെട്ട്. കണ്ടെടുത്ത ശില്പങ്ങൾ പൂർണ്ണമായും സ്വർണത്തിൽ തീർത്തതാണോ അതോ മറ്റ് ലോഹക്കൂട്ടുകൾ ഉപയോഗിച്ച് സ്വർണം പൂശിയതാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇതിനായി ശാസ്ത്രീയ പരിശോധനകൾ നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുമുണ്ട്. കാലപ്പഴക്കം മൂലമുള്ള മാറ്റങ്ങളാണോ അതോ സ്വർണം ചുഴണ്ടി മാറ്റാൻ ശ്രമിച്ചതിന്റെ അടയാളങ്ങളാണോ ഇവയിൽ ഉള്ളതെന്നും വിദഗ്ധർ പരിശോധിക്കും. കേസിന്റെ ഗൗരവവും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉന്നതരുടെ സ്വാധീനവും കണക്കിലെടുത്താണ് വിചാരണ നടപടികൾ വേഗത്തിലാക്കാനും കുറ്റമറ്റതാക്കാനും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാനുള്ള നീക്കത്തിൽ സർക്കാർ ഉള്ളത്. തൃശൂർ സ്വദേശിയായ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണനെയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇത് സംബന്ധിച്ച ശുപാർശ SIT ആഭ്യന്തര വകുപ്പിന് കൈമാറി കഴിഞ്ഞു. നിയമരംഗത്തെ അദ്ദേഹത്തിന്റെ പരിചയസമ്പത്ത് കേസിലെ സങ്കീർണമായ സാമ്പത്തികമായ ഇടപാടുകളും ആചാരപരമായ ലംഘനങ്ങളും കോടതിയിൽ തെളിയിക്കാൻ സഹായിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. ED നടത്തിയ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ SITയും നിർണായക തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ സമാന്തര അന്വേഷണം കേസിലെ രാഷ്ട്രീയ മാനങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രതികളായ ഉദ്യോഗസ്ഥർക്കും അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും ഈ കണ്ടെത്തലുകൾ വരും ദിവസങ്ങളിൽ വലിയ തിരിച്ചടിയായി മാറും. സന്നിധാനത്തെ ദേവസ്വം ഓഫീസുകളിലും സ്ട്രോങ് റൂമുകളിലും നടന്ന പരിശോധന ഇന്നലെ രാത്രി വളരെ വൈകിയാണ് അവസാനിച്ചത്. ഓരോ രേഖകളും ഡിജിറ്റൽ തെളിവുകളും കൃത്യമായി വിശകലനം ചെയ്ത ശേഷമാണ് അന്വേഷണ സംഘം മടങ്ങിയത്. അഷ്ടദിക്പാലകരെ ആര് എപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചാക്കിൽ കെട്ടി സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ജീവനക്കാരെയും മുൻ ഉദ്യോഗസ്ഥരെയും വിശദമായി ചോദ്യം ചെയ്യും. സ്വർണം മാറ്റിയ ശേഷം ലോഹക്കൊട്ടുകൾ അടങ്ങിയ വിഗ്രഹങ്ങൾ തിരികെ വെച്ചതാണോ എന്ന സംശയവും ശക്തമാണ്. ശബരിമല പോലെ കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസം കുടികൊള്ളുന്ന ഒരിടത്ത് നടന്ന ഈ കൊള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സന്നിധാനത്തെ ഡിജിറ്റൽ തെളിവുകളും രജിസ്റ്ററുകളിലെ വെട്ടിത്തിരുത്തലുകളും പിടിച്ചെടുത്തതോടെ കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ഇതുവരെ അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരായ പലർക്കും പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് SIT. ശില്പങ്ങൾ കണ്ടെടുത്തതോടെ സ്വർണത്തിന്റെ തൂക്കത്തിൽ വന്ന കുറവ് എത്രയാണെന്ന് കണ്ടെത്താൻ ദേവസ്വം സ്വർണ്ണപ്പണിക്കാരുടെ സഹായം തേടും. സ്ട്രോങ് റൂമിലെ സുരക്ഷാ വീഴ്ചയും ഇതിനോടൊപ്പം പരിശോധിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ മൂല്യം കണക്ക് കൂട്ടുന്നതിൽ വന്ന ക്രമക്കേടുകൾ വഴി കോടികളുടെ വെട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക നിഗമനം. കൊല്ലം കോടതിയിൽ ഹാജരാക്കുന്ന റിപ്പോർട്ടിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം വ്യക്തമാകുന്നതോടെ പല പ്രമുഖരുടെയും മുൻകൂർ ജാമ്യാപേക്ഷകൾ തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് ഉറപ്പാകുന്നത്. വിശ്വാസികളെയും നിയമവ്യവസ്ഥയും കബളിപ്പിച്ചുകൊണ്ട് നടന്ന ഈ വലിയ ക്രമക്കേടിലെ എല്ലാ കണ്ണികളെയും പുറത്തു കൊണ്ടുവരിക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്.